2 മാസങ്ങൾക്ക് മുമ്പ് ക്യാമറയ്ക്ക് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിവോ പുറത്തിറക്കിയ ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റ് സ്മാർട്ട് ഫോൺ ആയിരുന്നു വിവോ V50. എന്നാൽ ഇപ്പോൾ അതേ സ്മാർട്ട് ഫോൺ ഒരു പുതിയ എഡിഷനിൽ പുറത്തിറക്കിയിരിക്കുന്നു, വിവോ V50 എലൈറ്റ് എഡിഷൻ എന്ന പേരിൽ. ഇതുപോലൊരു ബോക്സിനകത്താണ് ഇത്തവണ വിവോയുടെ V50 എലൈറ്റ് എഡിഷൻ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന വിവോയുടെ V50 ഫോൺ വന്ന് സാധാരണ കണക്കുള്ള അല്പം പൊക്കമുള്ള ബോക്സിലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത വിവോയുടെ X200 Pro ഒക്കെ വരുന്ന തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ബോക്സിനകത്താണ് ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. ഈ ഒരു എലൈറ്റ് എഡിഷൻ്റെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ ഇന്ന് പല സ്മാർട്ട് ഫോണുകൾ വാങ്ങുമ്പോഴും അതിന്റെ ചാർജർ പ്രത്യേകം വേറെ വാങ്ങണം, ഫോണിന്റെ കേസ് വേറെ വാങ്ങണം, ഫോണിനകത്ത് ഉപയോഗിക്കാനുള്ള ഹെഡ്സെറ്റ് വേറെ വാങ്ങണം. അതുപോലെ ഈ ബോക്സിന്റെ പുറത്ത് ഇവിടെ കംസ് വിത്ത് എ എന്ന് എഴുതിയിട്ടുണ്ട്, കോ എഞ്ചിനീയർഡ് വിത്ത് സെയ്സ് എന്ന് എഴുതിയിട്ടുണ്ട്, അതുപോലെ എലൈറ്റ് എഡിഷൻ ആണെന്നും എഴുതിയിട്ടുണ്ട്. ബോക്സ് ഇതേ തരത്തിലാണ്. ഇതിനകത്ത് ഇവിടെ ഫോൺ ഇരിപ്പുണ്ട്, അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. വേറെ ബോക്സിനകത്തുള്ളത് നല്ല ക്ലിയർ കേസ്, യൂസർ മാനുവൽ, വാറന്റി കാർഡ് ഇൻഫർമേഷൻസ്, അതുപോലെ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്, അതെന്താണെന്ന് പറയാം. ചാർജിങ്ങിന് വേണ്ടിയിട്ട് A to C ചാർജിങ് കേബിൾ, സിം ഇജക്ടർ പിൻ, 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ. എന്നാൽ വിവോ V50 എലൈറ്റ് എഡിഷന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബോക്സ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സാധനം. അതായത് വിവോയുടെ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ഇതിനകത്ത് അവർ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു എലൈറ്റ് എഡിഷന്റെ ഒരു വലിയ പ്രത്യേകത. വളരെ തിന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. കൃത്യമായിട്ട് പറഞ്ഞാൽ വെറും 7.4 മില്ലിമീറ്റർ മാത്രമാണ്. 6000 mAh ഉള്ള ഏറ്റവും തിന്നസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. സാധാരണ നമുക്കറിയാം, നമ്മളൊരു സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ നമ്മൾ പണ്ടൊക്കെ നമുക്ക് വയേർഡ് ഹെഡ്സെറ്റുകൾ ഫോണിൻ്റെ ബോക്സിൽ വരുമായിരുന്നു. ഇപ്പോൾ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ബോക്സിനകത്ത് കൊടുത്തിരിക്കുകയാണ് വിവോ. ഈ രീതിയിൽ നമുക്ക് ചെവിയിൽ ഈ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് നമുക്ക് ഇതുപോലെ വയ്ക്കാം. അതിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ഇയർ ടിപ്പുകളും ഇതിൻ്റെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ് 200 ഗ്രാം ഉണ്ട്. അതായത് ഫോണിൻ്റെ ബാക്ക് ഗ്ലാസ് ബോഡിയാണ്, അതുകൊണ്ടൊക്കെ ആയിരിക്കണം ആ ഒരു 200 ഗ്രാം വെയിറ്റ് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഫോണിൽ നിന്ന് തന്നെ പിടിച്ചാൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് പോളികാർബണേറ്റ് ഫ്രെയിമാണ് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് ഡ്യുവൽ നാനോ സിം കാർഡാണ് ഇടാൻ സാധിക്കുന്നത്. മെമ്മറി കാർഡ് എക്സ്പാൻഷൻ സാധ്യമല്ല. ഫോണിന്റെ ബാക്കിൽ ഈ ഒരു ക്യാമറ മൊഡ്യൂളൊക്കെ കാണാൻ നല്ലൊരു രസമുണ്ട്. ഒരു ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ എന്നും വിളിച്ചോകുന്ന തരത്തിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ചുറ്റും ഈ കാണുന്ന തരത്തിൽ ഒരു ഓറ റിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് രാത്രിയൊക്കെ നമുക്ക് ലോ ലൈറ്റിൽ ഫോട്ടോകൾ എടുക്കുമ്പോൾ നല്ല രീതിയിൽ ഒരു ഫ്ലാഷ് ലൈറ്റ് തന്നെ നമുക്ക് ഈ ഒരു ഓറ ലൈറ്റ് നൽകും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത്തവണ എലൈറ്റ് എഡിഷനിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു സ്പെഷ്യൽ കളറിലാണ് വിവോ V50 വിവോ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. റോസ് റെഡ് എന്ന പേരിൽ ഒരു കളറാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് 12GB റാമും 256GB ഇതിന്റെ ഒരു വേരിയന്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന വിവോ V50 ഫോൺ പോലെ തന്നെ 6.77 ഇഞ്ചിന്റെ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതായത് ഈ 4 സൈഡും കർവായിട്ട് ഇരിക്കുന്ന തരത്തിലാണ് ഈ ഒരു ഫോൺ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. പക്ഷേ ആ ഒരു കർവേച്ചർ എന്നൊക്കെ പറയുന്നത് വളരെ എന്താ പറയുന്നത്, കർവാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ആ ഒരു കർവ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേയുടെ ഒരു ഗുണം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ അനുഭവിക്കാൻ സാധിക്കും. AMOLED ഡിസ്പ്ലേ ആണ്, ഫുൾ HD+ റെസൊല്യൂഷൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട്. അതുപോലെ നമുക്ക് ഔട്ട്ഡോർ വിസിബിലിറ്റിയിൽ നമുക്ക് 1500 നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു ബ്രൈറ്റ്നസ് ലഭിക്കുന്നത്. എന്നാൽ HDR കണ്ടന്റ് കാണുമ്പോൾ ആ HDR ഏരിയകൾ നമുക്ക് ഒരു 4500 നിറ്റ്സ് വരെയും ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കൂടും. ചുരുക്കി പറഞ്ഞാൽ ഔട്ട്ഡോർ വിസിബിലിറ്റിക്കൊന്നും യാതൊരു വിഷയവും ഈ ഒരു സ്മാർട്ട് ഫോണിന് ഇല്ല എന്ന് വേണം പറയാൻ. നല്ല വിസിബിലിറ്റി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അതുകൊണ്ട് തന്നെ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ 3840 ഹെർട്സിന്റെ PWM ഡിമ്മിങ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമ്മൾ ലോ ലൈറ്റിലൊക്കെ വളരെ ബ്രൈറ്റ്നസ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് പോലും ഫ്ലിക്കർ ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ ഉപയോഗിക്കാം. കണ്ണിന് ഹാനികരമല്ല എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു ഐ കംഫർട്ട് ടെക്നോളജിയും വിവോ യൂസ് ചെയ്തിട്ടുണ്ട്, കണ്ണിന് പ്രശ്നം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി. യൂട്യൂബിലൊക്കെ നമുക്ക് HDR കണ്ടന്റുകൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ആസ്വദിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വൈഡ് വൈൻ L1ന്റെ സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സിലൊക്കെ HD കണ്ടന്റുകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോണിന്റെ ഡിസ്പ്ലേക്ക് ഷോർട്ട് സെൻസേഷൻ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ പോറലുകളൊന്നും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേക്ക് വരില്ലെന്ന് നമുക്ക് ആശ്വസിക്കാം. കൂടാതെ ഫോണിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇഷ്ടമുള്ള തരത്തിൽ ആ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫോണിന്റെ ക്യാമറയെ കുറിച്ച് പറഞ്ഞാൽ 3 ക്യാമറകളുണ്ട്. 3 ക്യാമറകളും 50 മെഗാ പിക്സൽ ക്യാമറകളാണ് എന്നുള്ളത് പ്രത്യേകതയാണ്. അതായത് 50 മെഗാ പിക്സൽ ഫോണാണ് ഈ ഒരു വിവോ V50. ബാക്കിൽ 2 ക്യാമറയേ ഉള്ളൂ. 50 മെഗാ പിക്സൽ പ്രൈമറി ക്യാമറയും 50 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയുമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ടെലിഫോട്ടോ സെൻസർ നമുക്ക് മിസ്സിംഗ് ആണ്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇരുന്നാലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിജിറ്റലി സൂം ചെയ്തിട്ടുള്ള ടെലിഫോട്ടോകൾ എടുക്കാൻ സാധിക്കുന്നുണ്ട്, ഒരു ഒപ്റ്റിക്കൽ സെൻസർ ഇല്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ അത് ഇല്ല എന്നുള്ളൊരു വലിയ കുറവായിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സെൽഫി
സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ സെൻറ്റർ പഞ്ച് ഹോൾ ക്യാമറ ആയിട്ടും 50 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ഹൈ റെസൊല്യൂഷൻ സെൽഫി സെൻസർ തന്നെ കൊടുത്തിട്ടുണ്ട്. സാധാരണ സെൽഫി ക്യാമറ ആയിട്ട് നമുക്കറിയാം 16 മെഗാ പിക്സൽ 32 മെഗാ പിക്സൽ വരെയൊക്കെയാണ് ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ പോലും പലപ്പോഴും കൂടുതലും കാണാറുള്ളത്. പക്ഷേ ഇവിടെ 50 മെഗാ പിക്സലിൽ സെൽഫി സെൻസർ കൊടുത്തിരിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സെൽഫി ഫോട്ടോയിൽ പോലും സൂമിംഗ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ വൈഡ് 1x 2x ഇത്തരത്തിൽ സൂം ചെയ്തുകൊണ്ട് പോലും 2x വരെ സൂം ചെയ്ത് പോലും സെൽഫി ഫോട്ടോ എടുക്കാൻ സാധിക്കും, ക്വാളിറ്റി അധികം ലോസ് വരാതെ. കാരണം അത്രയും ഒരു 2x സൂം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ ഒരു ക്യാമറയിൽ കൊടുത്തിരിക്കുന്ന അത്രയും ഹൈ മെഗാ പിക്സൽ സെൻസർ സെൽഫിയിൽ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ടാണ്. എന്തെന്നായാലും മികച്ച ഫോട്ടോകളും വീഡിയോകളും തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. നമുക്ക് 4K റെസൊല്യൂഷൻ 30 FPS ഈ 3 ക്യാമറകളും ഈവൻ സെൽഫി ക്യാമറയിലും 4K 30 FPS ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. നല്ല ഫോട്ടോകൾ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. അതുപോലെ മികച്ച വീഡിയോകളും ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കും. ക്യാമറ തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയേണ്ടി വരും. അതോടൊപ്പം നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ഇത്തരത്തിൽ പോർട്രേറ്റ് മോഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സെയ്സിൻ്റെതായിട്ടുള്ള നിരവധി ഫിൽറ്ററുകൾ നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് അടിപൊളി ഫോട്ടോകളൊക്കെ എടുക്കാൻ സാധിക്കും. ഇതിന്റെ ക്യാമറ ഈ പറഞ്ഞ പോലെ സെയ്സ് ട്യൂൺ ചെയ്ത ക്യാമറയാണ്. അതിന്റെ ഒരു ഔട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ പെർഫോമൻസ് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. നല്ല ക്വാളിറ്റി ക്യാമറ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന് പറയുന്ന ഈ ഒരു പ്രോസസർ ഏകദേശം ഒരു 8 ലക്ഷം ANTUTU സ്കോർ വരുന്ന ഒരു പ്രോസറാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഈ ഒരു പ്രോസർ എന്ന് പറയുന്ന ഒരു ഭയങ്കര പെർഫോമർ ആയിട്ടുള്ള ഒരു പ്രോസർ ഒന്നും അല്ല, ഒരു മീഡിയം പെർഫോമൻസ് ആണ് ഈ ഒരു പ്രോസർ കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഹെവി ഗെയിമിംഗിന് എന്നുള്ള ഒരു ഫോണല്ല, നിങ്ങൾക്ക് കാഷ്വൽ ഗെയിമിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോൺ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ക്യാമറയ്ക്കാണ്. അതുകൊണ്ടായിരിക്കണം വിവോ പെർഫോമൻസ് ഈ പറഞ്ഞ കാര്യമായിട്ട് ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് ഉള്ള ഒരു ഫോണാക്കിയല്ല ഇതിനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. നമുക്ക് മാക്സിമം ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് 12GB റാമും 512GB ഇന്റർണൽ സ്റ്റോറേജും കിട്ടും. LPDDR4X റാമും UFS 2.2 ആണ് സ്റ്റോറേജ് ഓപ്ഷൻ. ഈ പ്രൈസ് പോയിന്റിൽ UFS 3.1 നൽകുന്ന വേറെ ഫോണുകളുണ്ട്. ഇതിൽ നിന്ന് താഴ്ന്ന പ്രൈസിലും UFS 3.1 ഒക്കെ സ്റ്റോറേജ് ഓപ്ഷൻ നൽകുന്ന ഫോണുകളുണ്ട് എന്നുള്ളതും ഓർക്കണം. ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് BGMI ഒരു 60 FPS മാത്രമേ മാക്സിമം കളിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ഗെയിമിംഗ് വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാൾക്ക് ഈ ഒരു ഫോൺ ഒരിക്കലും സ്യൂട്ട് അല്ല. കാഷ്വൽ ഗെയിമിങ്ങിന് വേണ്ടി മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ റെഡിയാക്കിയിരിക്കുന്നത്. അതിനുപരിയായിട്ട് ക്യാമറയ്ക്കും ഡിസ്പ്ലേക്കും ഡിസൈനും ബാറ്ററിക്കും ഒക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഏറെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ബാറ്ററിയെ പറ്റി പറയുമ്പോൾ ഈ ഒരു ഫോണിനകത്ത് 6000 mAh ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ അത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ തന്നെ ഫോണിന്റെ ബോക്സിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് നൽകിയിട്ടില്ല. ഇതിൽ നിന്നും വില കുറഞ്ഞ ഫോണുകളിൽ ഇന്ന് വയർലെസ് ചാർജിംഗ് വരുന്നുണ്ട്. അതുപോലെ eSIM സപ്പോർട്ടും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടില്ല എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്രയും ബ്ലോട്ട് വേസുകളേ ഉള്ളൂ. അതൊരു വലിയ കാര്യമാണ് സത്യം പറഞ്ഞാൽ. ഒരു വിവോ എന്ന ഫോണിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് 6 ബ്ലോട്ട് വേസുകൾ അത് ഞാൻ ഇവിടെ വേർതിരിച്ചിട്ടുണ്ട്. അതുപോലെ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് അങ്ങനെയുള്ള സംഗതികളൊന്നും എന്തായാലും ഈ ഒരു ഫോണിനകത്തില്ല. ചില വിവോയുടെ ഇതിൽ നിന്നും വില കൂടിയ ഫോണുകൾ പോലും ഇതിൽ നിന്നും ബ്ലോട്ട് വേസുകൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. എന്തായാലും അത് ഇത്തവണ ഈ ഒരു ഫോണിനകത്തില്ല. 3 ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ ആൻഡ്രോയിഡ് 18 വരെ വരും. അതുപോലെ 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു ഫോണിനകത്ത് ലഭിക്കും. ഇതിന്റെ ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞാൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറുകളാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടാണ്. അതുപോലെ 3.5mm ഓഡിയോ ജാക്ക് നൽകിയിട്ടില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വൈഡ് വൈൻ L1 സപ്പോർട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സിൽ നിന്നൊക്കെ HD വീഡിയോ കണ്ടന്റുകൾ ആസ്വദിക്കാൻ സാധിക്കും. വൈഫൈ വെർഷൻ 5 ആണ്. ബ്ലൂടൂത്ത് വെർഷൻ 5.4 നൽകിയിരിക്കുന്നു. NFC സപ്പോർട്ട് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടില്ല. അതുപോലെ ഈ ഒരു USB Type C പോർട്ട് എന്ന് പറയുന്ന USB 2 ആണ് നൽകിയിരിക്കുന്നത്. ഡിസ്പ്ലേ ഔട്ട് അതുകൊണ്ട് തന്നെ സാധ്യമാകില്ല. അതുപോലെ ഇൻ ഡിസ്പ്ലേയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഫിംഗർ പ്രിന്റ് സംവിധാനം നൽകിയിരിക്കുന്നത്. IP68 and 69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് കുറച്ചു നേരം വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുകയും ഹൈ പ്രഷർ വെള്ളമൊക്കെ ഇതിനകത്ത് വീണാലൊന്നും യാതൊരു പ്രശ്നവും വരില്ല. എന്ന് വെച്ച് ഈ ഒരു ഫോൺ വാങ്ങുന്നവർ കൊണ്ട് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞുള്ളൊരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ വാറണ്ടി, ഇനി ഏത് ബ്രാൻഡ് എന്ന് പറഞ്ഞാലും വെള്ളമൊക്കെ നനഞ്ഞിട്ടാണ് കംപ്ലൈൻറ്റ് ആവുന്നതെങ്കിൽ വാറണ്ടി കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ എന്തായാലും ഈ സർട്ടിഫിക്കേഷനൊക്കെ ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഫോണിന്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്കിനെ പറ്റി പറഞ്ഞാൽ ഒരു ഓക്കെ ആയിട്ടുള്ളൊരു ഫീഡ്ബാക്കാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് മനസ്സിലാവും. അതുപോലെ ടൈപ്പ് ചെയ്യുമ്പോഴേക്കും ഒരു മീഡിയം ഹാപ്റ്റിക് ഫീഡ്ബാക്കാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കോൾ റെക്കോർഡിംഗ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഇന്ന് മലയാളികൾ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ്. പല ഫോണിന്റെ വീഡിയോ ചെയ്യുമ്പോഴും കോൾ റെക്കോർഡിംഗ് ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങേ തലക്കിൽ വിളിച്ച് പറയാതെ ബൈ ഡിഫോൾട്ട് നമുക്ക് ഇതിനകത്ത് കോൾ റെക്കോർഡിംഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന എല്ലാ കോളുകളും റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞാൽ ഇതിന്റെ ഗുണങ്ങളായിട്ട് പറയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രീമിയം ഡിസൈൻ, മികച്ച ക്യാമറ, അടിപൊളിയായിട്ടുള്ള ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ, നല്ല ബാറ്ററി, ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഗുണങ്ങൾ ആയിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത്. ദോഷങ്ങളായിട്ട് പറയാനുള്ളത് വയർലെസ് ചാർജിങ്, eSIM,
NFC തുടങ്ങിയവയില്ല. അതുപോലെ തന്നെ പെർഫോമൻസ് ഒരു മീഡിയം പെർഫോമൻസ് മാത്രമാണ്. ഇതിന്റെ സ്റ്റോറേജ് ഓപ്ഷൻ വന്നിട്ട് UFS 2.2 മാത്രമാണ്. ഫോണിന്റെ ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ ഫുൾ HD റെസൊല്യൂഷനേ ഉള്ളൂ. സാധാരണ ഈ പ്രൈസ് പോയിന്റ് ചില ഫോണുകളിലൊക്കെ 1.5K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫോണിന്റെ കുറവുകളായിട്ട് നമുക്ക് എടുത്തു പറയാൻ ഉള്ളത്. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് ആണ്. ആക്ച്വലി വിവോ V50 എന്ന് പറയുന്ന നോർമൽ എഡിഷൻ ഫോൺ 34,999 രൂപയ്ക്കാണ് 8GB RAM 128GB ബേസ് മോഡൽ വിൽക്കുന്നത്. പക്ഷേ ഈ ഒരു ഫോൺ ഞാൻ പറഞ്ഞ പോലെ 12GB 256 എന്ന് പറയുന്ന ഹയർ വേരിയന്റ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഫോണിന്റെ ബോക്സിനോടൊപ്പം തന്നെ ഇവരുടെ വിവോയുടെ ട്രൂ വയർലെസ് ഹെഡ്സെറ്റും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 34,999 എന്തായാലും വിൽക്കാൻ സാധ്യതയില്ല. ഇതൊരു എലൈറ്റ് എഡിഷൻ ആണ്. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ പ്രൈസ് അറിയാൻ സാധിക്കും.